Dear students, welcome back to macroeconomics. In the last class, we have discussed about the derivation of IS curve. In that class, you got an idea about the shape of IS curve. The IS curve is downward sloping, and the slope of this IS curve is dependent upon some factors. Today, we are going to discuss about why does this IS curve slope downwards. Welcome to this session. Why does IS curve slope downward? Okay. That ഈ ഒരു IS കർവിൻ്റെ ഡൗൺവേർഡ് സ്ലോപ്പിനുള്ള ഒരു പ്രധാനമായിട്ടുള്ള കാരണമാണ് ഡിക്ലൈൻ ഇൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലുണ്ടാവുന്ന കുറവ് അതെന്തിലേക്ക് നയിക്കുന്നു? ദാറ്റ് വിൽ ലീഡ് ടു ഇൻക്രീസ് ഇൻ ദി പ്ലാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, സ്വാഭാവികമായിട്ടും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലുണ്ടാവുന്ന കുറവ് ആളുകൾ കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുന്ന അല്ലെങ്കിൽ എക്കണോമിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിക്കുന്നതിന് അത് കാരണമാകുന്നു. ദാറ്റ് ലീഡ്സ് ടു എ പ്ലാൻഡ് ഇൻക്രീസ് ഇൻ ദി പ്ലാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. ദെൻ ദാറ്റ് ലീഡ്സ് ടു ദിസ് ഇൻക്രീസ് ഇൻ ദി പ്ലാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ലീഡ്സ് ടു an increase in the aggregate demand. ഓക്കെ, അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവിൽ ഇൻക്രീസ് സംഭവിക്കുന്നു. ദെൻ സ്വാഭാവികമായിട്ടും ഈ ഒരു അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് മുൻപോട്ട് ഷിഫ്റ്റ് ചെയ്യും, അപ്വേർഡ് ഷിഫ്റ്റ് സംഭവിക്കുന്നു. ഓക്കെ, ദാറ്റ് ലീഡ്സ് ടു എൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ടു ഷിഫ്റ്റ് അപ്വേർഡ്. അഗെയിൻ ദാറ്റ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ദി ഇക്വിലിബ്രിയം ലെവൽ ഓഫ് നാഷണൽ ഇൻകം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ അഗ്രിഗേറ്റ് ഡിമാൻഡിലുണ്ടാവുന്ന വർധനവ് നാഷണൽ ഇൻകത്തിൽ വർധനവുണ്ടാവുന്നതിന് കാരണമാവുന്നു. സോ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞതാണ് ഈ തരത്തിൽ നാഷണൽ ഇൻകം വർദ്ധിക്കുന്നതിന് കാരണമായത്. ഓക്കെ, അപ്പോൾ ദർ ഈസ് എ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ദ ഇൻകം, നാഷണൽ ഇൻകം ഓഫ് എൻ എക്കണോമി. സോ ദ IS കർവ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. ഓക്കെ, ദെൻ the steepness of the IS curve depends on. ഓക്കെ, ഈ IS കർവിൻ്റെ ചെരിവ്, IS കർവിൻ്റെ ചെരിവ് ഏതൊക്കെ കാരണങ്ങളെ ആണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് കർവ് ആൻഡ് ദ സൈസ് ഓഫ് ദ മൾട്ടിപ്ലയർ. വി നോ ദാറ്റ് ഇലാസ്റ്റിസിറ്റി മീൻസ് ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡിനുണ്ടാവുന്ന ഇലാസ്റ്റിസിറ്റി ഈ ഒരു IS കർവിൻ്റെ സ്റ്റീപ്നെസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ IS കർവിൻ്റെ സ്റ്റീപ്നെസ്സിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് ദ സൈസ് ഓഫ് ദ മൾട്ടിപ്ലയർ. ഓക്കെ, ദെൻ ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് സിഗ്നിഫൈസ് ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെൻഡിങ് ടു ദ ചേഞ്ചസ് ഇൻ ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെൻഡിങ് ടു ദ ചേഞ്ചസ് ഇൻ ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന ചേഞ്ചിന് ആനുപാതികമായിട്ട് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെൻഡിങ്ങിൽ ഉണ്ടാകുന്ന എത്ര മാറ്റമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെൻഡിങ്ങിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇലാസ്റ്റിസിറ്റിയുടെ വരുന്ന വ്യത്യാസം കൊണ്ട് IS കർവിൻ്റെ സ്റ്റീപ്നെസ്സിന് വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. സപ്പോസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് ഈസ് ഹൈലി ഇലാസ്റ്റിക്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് വളരെയധികം ഇലാസ്റ്റിക് ആയിട്ട് നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണെന്ന് വിചാരിക്കുക. or responsive to the changes in the rate of interest, then a given fall in the rate of interest will cause a large increase in the investment demand, which in turn will produce a large upward shift in the aggregate demand curve. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് ഹൈലി ഇലാസ്റ്റിക് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ദർ ഈസ് എ ലാർജ് ഇൻക്രീസ് ഇൻ ദി റേറ്റ്, ലാർജ് റെസ്പോൺസീവ് ടു ദ ചേഞ്ചസ് ഇൻ ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിലുണ്ടാകുന്ന കുറവ് വളരെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് വളരെ വലിയ ഒരു മാറ്റം ഉണ്ടാകുന്നതിന് അത് കാരണമാകുന്നു. അപ്പോൾ അത്തരത്തിൽ ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡിൽ ധാരാളമായിട്ടുള്ള മാറ്റം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവിലൊരു ഗ്രേറ്റർ ഷിഫ്റ്റ്, അപ്വേർഡ് ഷിഫ്റ്റിന് അത് കാരണമാകുന്നു. A large upward shift in the aggregate demand curve will bring about a large expansion in the level of national income. Thus, when investment demand is more elastic to changes in the rate of interest, the investment demand curve will be relatively flat.
ഓർ ലെസ് സ്റ്റീപ്പ്. ഓക്കെ, അപ്പോൾ അത് ഇത്തരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിഗ്രി ഓഫ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഹൈലി ഇലാസ്റ്റിക് ആവാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ടും എന്താണ് IS കർവ് റിലേറ്റീവ്ലി ഫ്ലാറ്റർ ആയിട്ട് മാറും, അല്ലെങ്കിൽ സ്റ്റീപ്നെസ് വളരെയധികം കുറവായിട്ടുള്ളൊരു കർവായിട്ട് മാറുന്ന അവസ്ഥ നിലനിൽക്കുന്നു. ഓക്കെ, then similarly when investment demand is not very sensitive or elastic, ഓക്കെ, ഇലാസ്റ്റിക് അല്ലാത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡാണ് നിലനിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ദെൻ ദ IS കർവ് വിൽ ബി റിലേറ്റീവ്ലി മോർ സ്റ്റീപ്പ്. ഓക്കെ, അതിൻ്റെ ഫ്ലാറ്റ്നെസ് അല്ലെങ്കിൽ സ്റ്റീപ്പറായിട്ട് സ്ലോപ്പ് കൂടുന്ന ഒരവസ്ഥയായിരിക്കും IS കർവിന് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് രണ്ട് പോയിൻറ്റ്സാണ് മനസ്സിലാക്കേണ്ടത്. ഹൈലി ഇൻവെസ്റ്റ്മെൻറ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡാണ് നിലനിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ IS കർവിൻ്റെ ഷേപ്പ് ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ഫ്ലാറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ലെസ് സ്റ്റീപ്പർ ആയിരിക്കും. ദെൻ ഇലാസ്റ്റിസിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ ആ ഒരു IS കർവ് മോർ സ്റ്റീപ്പ്, അല്ലെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് വളരെയധികം കൂടുതലായിരിക്കും. ഓക്കെ, the steepness of the IS curve also depends on the magnitude of the multiplier. ഓക്കെ, മൾട്ടിപ്ലയറിൽ വരുന്ന ചേഞ്ചസ് അതും ഈ ഒരു IS കർവിൻ്റെ സ്റ്റീപ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഘടകമാണ്. ദ വാല്യൂ ഓഫ് ദ മൾട്ടിപ്ലയർ ഡിപ്പെൻഡ്സ് ഓൺ ദ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. ഓക്കെ, ദാറ്റ് ഈസ് വി ഓൾറെഡി നോ ദാറ്റ്, അല്ലേ, ഓൾറെഡി നോസ്. മൾട്ടിപ്ലയറിൻ്റെ വിലയിൽ വരുന്ന വ്യത്യാസം, അല്ലെങ്കിൽ മൾട്ടിപ്ലയറിൻ്റെ വില എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ദ ഹയർ ദ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ദ ആഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്, ദാറ്റ് ഈസ് C+I വിൽ ബി മോർ സ്റ്റീപ്പ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് മൾട്ടിപ്ലയർ വിൽ ബി ലാർജ്. ഓക്കെ, അപ്പോൾ അവിടെ ഹയർ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് വളരെയധികം സ്റ്റീപ്പറായിട്ട് മാറുകയും ദെൻ മൾട്ടിപ്ലയറിൻ്റെ എഫക്റ്റ് എന്താണ്, വളരെയധികം കൂടുതലായിരിക്കും. The higher the value of multiplier, the greater will be the rise in equilibrium income produced by given fall in the rate of interest, and this makes IS curve flatter. ഓക്കെ, അപ്പോൾ ഈ ഒരു മൾട്ടിപ്ലയറുടെ ഹയർ വാല്യൂ അതെന്താണ്, ഇക്വിലിബ്രിയം ഇൻകത്തിൽ വളരെയധികം വർധനമുണ്ടാകുന്നതിന് കാരണമാകുന്നു. ദെൻ അഗെയിൻ ദ IS കർവ് ലീഡ്സ് ടു IS കർവ് ഹാവ് എ ഫ്ലാറ്റർ ഷേപ്പ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ മൾട്ടിപ്ലയർ വളരെയധികം കൂടുതലാണെന്നുണ്ടെങ്കിൽ IS കർവിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? ഫ്ലാറ്റർ ആയിരിക്കും, സ്ലോപ്പ് കുറവായിരിക്കും. On the other hand, the smaller the value of multiplier due to lower marginal propensity to consume, the smaller will be the increase in equilibrium level of income following a given increment in investment caused by a given fall in rate of interest. അപ്പോൾ നേരെ തിരിച്ചിട്ട് മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ വളരെയധികം കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും ആ ഒരു IS കർവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് മോർ സ്റ്റീപ്പ് ഓർ അതിൻ്റെ സ്ലോപ്പ് വളരെയധികം കൂടുതലായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. നമ്മളിന്ന് പരിചയപ്പെട്ടത് സ്റ്റീപ്നെസ് ഓഫ് ദ IS കർവാണ്. ഈ സ്റ്റീപ്നെസ് ഓഫ് IS കർവ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഡിമാൻഡ് കർവ്, ദ സൈസ് ഓഫ് ദ മൾട്ടിപ്ലയർ. ഓക്കെ, ഇലാസ്റ്റിസിറ്റിയിലുണ്ടാവുന്ന വ്യത്യാസം, ഹയർ ഇലാസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് ആണെന്നുണ്ടെങ്കിൽ ദ IS കർവ് വിൽ ബി flat, okay, relatively flat or less steep. Okay, then when there is a less elasticity of investment demand, then the IS curve will be relatively more steep. Okay, then അതേപോലെ തന്നെ മൾട്ടിപ്ലയറിൽ വരുന്ന വ്യത്യാസം കൊണ്ട് മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ വളരെയധികം കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്ലാറ്റർ IS കർവ് ആയിരിക്കും ഉണ്ടാവുക. മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ IS കർവ് സ്റ്റീപ്പർ ആയിരിക്കും. ഓക്കെ, that is all about today's class.